Welcome to FreeTube Learner. Today we are going to discuss a new topic, Introduction to Trigonometry. This year നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിയുടെ ബേസിക് ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ ആപ്ലിക്കേഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. ബട്ട് +1 +2 മാത്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഇതിനെ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം +1 +2 എൻട്രൻസിന് അതുപോലെ എൻജിനീയറിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ എല്ലാം ട്രിഗ്നോമെട്രിയുടെ വളരെ അഡ്വാൻസ് ലെവൽ ഓഫ് ലേണിംഗ് ആവശ്യമായി വരും. ആ സമയത്ത് നമുക്ക് ബേസ് ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ട് മാറുന്നതാണ്. So please give much importance to this topic. In this chapter, Introduction to Trigonometry, we are mainly learning two topics, that is trigonometric ratios and trigonometric identities. The word trigonometry is derived from the Greek word tri meaning three, gon meaning sides and metron meaning measures. അതായത് 3 സൈഡ്സിൻ്റെ മെഷേഴ്സ്. 3 സൈഡ്സ് ഉള്ള പോളിഗൺ നമുക്കറിയാം ട്രയാങ്കിൾ ആണ്. സോ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ട്രിഗ്നോമെട്രിക്ക് ട്രയാങ്കിൾസുമായിട്ട് കണക്ഷൻ ഉണ്ട്. എന്താണ് ട്രിഗ്നോമെട്രി? എന്തിനെ പറ്റിയാണ് ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നത്? Trigonometry is that branch of mathematics which deals with the measurement of the sides and angles of a triangle. അതിൻ്റെ നെയിമിൻ്റെ മീനിങ് വെച്ച് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അത് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. സോ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സും ആംഗിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. ഇൻ ട്രിഗ്നോമെട്രി വി വിൽ സ്റ്റഡി സം റേഷ്യോസ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ with respect to its acute angles called trigonometric ratios of the angle. ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ കേസസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ്, ദാറ്റ് ഈസ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ സം ഓഫ് ദ അതർ 2 ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ അതിൽ രണ്ടിൻ്റെയും കൂടെ സം 90 ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 90. സോ ലെസ് ദാൻ 90 ആയിട്ടുള്ള ആംഗിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ അക്യൂട്ട് ആംഗിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് ദാറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. Trigonometric concepts are used from early period and even now. We know that engineering and physical science ഇതിലെല്ലാം ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പലതും ഈ ട്രിഗ്നോമെട്രിക്കൽ കൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടുള്ളവയാണ്. പണ്ട് കാലങ്ങളിൽ ഈവൻ ആസ്ട്രോണോമേഴ്സ് പോലും എർത്ത്, സ്റ്റാർസ് അല്ലെങ്കിൽ മറ്റ് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ട്രിഗ്നോമെട്രിക് കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിരുന്നു. The earliest known work on trigonometry was recorded in Egypt and Babylon. നമുക്കറിയാം ഈജിപ്തിൽ ഒരുപാട് പിരമിഡ്സ് ഉണ്ട് അല്ലേ? ഈ പിരമിഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. വിച്ച് മീൻസ് വി ക്യാൻ അപ്ലൈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് ഇറ്റ്സ് ഹൈറ്റ് ആൻഡ് സൈഡ്സ് മെഷർമെൻറ്റ്സ് എവറിത്തിങ്. സോ കൺസ്ട്രക്ഷൻ ഓഫ് പിരമിഡ്സ് വാസ് ബേസ്ഡ് ഓൺ ദീസ് ട്രിഗ്നോമെട്രിക് കൺസെപ്റ്റ്സ്. ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എല്ലാ ട്രയാങ്കിൾസിനും ആപ്ലിക്കബിൾ ആണെങ്കിൽ പോലും നമുക്ക് റൈറ്റ് ട്രയാങ്കിളിൻ്റെ റേഷ്യോസ് പഠിക്കുന്ന വഴി എല്ലാ ട്രയാങ്കിൾസിൻ്റെയും സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ലെറ്റ് us കൺസിഡർ ദിസ് ട്രയാങ്കിൾ ആൻഡ് വി വിൽ നെയിം ഇറ്റ് ആസ് ട്രയാങ്കിൾ ABC. ഇവിടെ നമ്മൾ ആംഗിൾ എയിൽ നിന്നും സൈഡ് BCയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുകയാണ്. അങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ we are getting 2 right triangles. ഇനി നമുക്ക് ഈ 2 റൈറ്റ് ട്രയാങ്കിൾസിലും ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് അക്യൂട്ട് ആംഗിൾ, അതിനെയാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദ ആംഗിൾ റിമെയിൻസ് ദ സെയിം, the value of the trigonometric ratios of that angle do not vary with the length of the sides of the triangle. Now let us consider the right triangle shown in the picture. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിനെയാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അതിൻ്റെ അക്യൂട്ട് ആംഗിൾസിനാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ അക്യൂട്ട് ആംഗിൾ തീറ്റ റെഫർ ചെയ്തിട്ടുണ്ട്.
ആംഗിൾ തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഓപ്പോസിറ്റ് സൈഡെന്നും ആ ആംഗിൾ തീറ്റയുടെ സൈഡിലുള്ളതിനെ അഡ്ജസൻറ്റ് സൈഡെന്നുമാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ആ ആംഗിൾ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടനസ്, അങ്ങനെ 3 സൈഡ്സാണ് ആ ആംഗിൾ തീറ്റയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ് നമുക്കുള്ളത്. സോ ഈ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ തീറ്റയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us start learning the trigonometric ratios. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾ തീറ്റയുടെ ഫസ്റ്റ് ട്രിഗ്നോമെട്രിക് റേഷ്യോ, അതായത് സൈൻ ഓഫ് ആംഗിൾ തീറ്റ എന്ന് പറയും. സൈൻ തീറ്റ എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് ആ ആംഗിൾ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. That is sin theta is equal to opposite side divided by hypotenuse. അതായത് ഓപ്പോസിറ്റ് സൈഡിൻ്റെയും ഹൈപ്പോട്ടനസിൻ്റെയും റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് സൈൻ ഓഫ് ആംഗിൾ തീറ്റ ലഭിക്കുന്നു. ഇതാണ് ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൊസൈൻ ഓഫ് ആംഗിൾ തീറ്റ. നമ്മളതിനെ ഷോർട്ട് ഫോമായിട്ട് കോസ് തീറ്റ എന്ന് പറയും. കോസ് തീറ്റ എന്ന് പറയുന്നത് സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ തീറ്റ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അതായത് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെയിം ആണ്, ഹൈപ്പോട്ടനസ് ആണ്. ബട്ട് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടേത് ഓപ്പോസിറ്റ് സൈഡും കോസ് തീറ്റയുടേത് അഡ്ജസൻറ്റ് സൈഡുമാണ്. ഇനി തേർഡ് ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് ടാൻജൻറ്റ് ഓഫ് ആംഗിൾ തീറ്റ ആണ്. സോ അതിനെ നമ്മൾ ഷോർട്ടായിട്ട് ടാൻ തീറ്റ എന്ന് പറയും. Tan theta is side opposite to angle theta divided by side adjacent to angle theta ആണ്. That is tan theta equals opposite side divided by adjacent side. Or else നമുക്ക് മറ്റൊരു രീതിയിലും ഇത് എക്സ്പ്രസ് ചെയ്യാം. കാരണം opposite by adjacent which means sin theta divided by cos theta ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലെയും ഡിനോമിനേറ്റർ ഹൈപ്പോട്ടനസ് ക്യാൻസൽ ഔട്ട് ആയിട്ട് opposite by adjacent എന്ന് ലഭിക്കും. So we can write tan theta is also equal to sin theta by cos theta. അങ്ങനെ നമ്മൾ 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പഠിച്ചു കഴിഞ്ഞു. സൈൻ തീറ്റ, കോസ് തീറ്റ ആൻഡ് ടാൻ തീറ്റ. ഇനി 3 more ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കൂടെയാണ് ഉള്ളത്. ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞ 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ റെസിപ്രോക്കൽസ് ആണ് ഇനി പറയാൻ പോകുന്ന 3 എണ്ണം. സോ ഫോർത്ത് ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്താണെന്ന് നോക്കാം. കൊസീക്കൻറ്റ് ഓഫ് ആംഗിൾ തീറ്റ. കൊസീക്കൻറ്റ് ഓഫ് ആംഗിൾ തീറ്റയെ നമ്മൾ കൊസീക് തീറ്റ എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ഈ കൊസീക് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ്. സൈൻ തീറ്റ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആയിരുന്നു. സോ കൊസീക് തീറ്റ ഈസ് 1 by സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. നൗ ലെറ്റ് us see the fifth trigonometric ratio, that is secant of angle theta. Secant of angle theta നമ്മൾ ഷോർട്ടായിട്ട് സീക് തീറ്റ എന്ന് പറയും. സീക് തീറ്റ ഈസ് റെസിപ്രോക്കൽ ഓഫ് കോസ് തീറ്റ. കോസ് തീറ്റ വാസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. So sec theta is equal to 1 by cos theta, which is equal to hypotenuse by adjacent side. Next, let us see the sixth and last trigonometric ratio, that is cotangent of angle theta. It is called as cot theta. Cot theta is reciprocal of tan theta or tangent theta. What is tan theta? Tan theta is opposite side by adjacent side. So cot theta is 1 by tan theta, that is adjacent side by opposite side. Also നമ്മൾ tan theta sin theta by cos theta ആണെന്ന് പറഞ്ഞു, which means cot theta is equal to cos theta by sin theta. കാരണം 1 by tan theta ആണല്ലോ cot theta എന്ന് പറയുന്നത്. സോ cot theta എന്ന് പറയുന്നത് നമുക്ക് cos theta by sin theta എന്നും എഴുതാൻ സാധിക്കും. So we have learned all the trigonometric ratios. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസിനാണ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. വി നോ ദാറ്റ് ആൻ ഇക്വേഷൻ വിൽ ബിക്കം ആൻ ഐഡൻറ്റിറ്റി വെൻ ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ഇൻവോൾവ്ഡ്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ
ഒരു ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്ത ശേഷം ഫർദർ അതിനെ യൂസ് ചെയ്ത് മറ്റ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് കൂടെ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Let us see the trigonometric identities which we are going to learn in this topic. Sin square theta plus cos square theta is equal to 1. ഇതിനെ നമുക്ക് cos square theta plus sin square theta is equal to 1 എന്നും എഴുതാം. And the next one is 1 plus tan square theta is equal to sec square theta. And also cot square theta plus 1 is equal to cosec square theta. ഒത്തിരി ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉള്ളതിൽ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഹയർ ക്ലാസ്സസിലോട്ട് പോകുമ്പോൾ ട്രിഗ്നോമെട്രിയുടെ ഹയർ ലെവൽ ഓഫ് ലേണിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബേസ് എന്ന് പറയുന്നത് നന്നായിട്ട് തറളി എല്ലാവരും പഠിച്ചിരിക്കണം. ട്രിഗ്നോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എസ്പെഷ്യലി എൻജിനീയറിംഗ് എൻട്രൻസിലെല്ലാം ഈ ട്രിഗ്നോമെട്രി ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് എക്സാമ്പിൾസും എക്സസൈസും സോൾവ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് ഡീപ്പായിട്ട് ഈ ട്രിഗ്നോമെട്രിയുടെ ഇൻട്രൊഡക്ഷൻ പഠിക്കാം. അതിനുശേഷം അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്.